ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ദാൽ കറി ആട്ടോ. അതിനായിട്ട് നമുക്ക് ചീഞ്ചട്ടി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, വെളുത്തുള്ളി, പിന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക, പിന്നെ അതിലേക്ക് മല്ലിയില ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു പച്ചമണം മാറുന്ന രീതിയിൽ വഴറ്റുക കേട്ടോ. അല്ലാണ്ട് ശരിക്കും വരണ്ട് വരണമെന്നൊന്നുമില്ല, പച്ചമണം മാറിയാൽ മതി. ഈ വൈറ്റ് നമുക്ക് അരച്ചെടുക്കാനാട്ടോ. ഞാൻ ദാല് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് പോർഷൻ കൂടെ എടുത്ത് ഇതൂടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില, വറ്റൽ മുളക്, കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഇത് നമ്മൾ പൊടിച്ച ഗരം മസാലയും കൂടെ ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർക്കേണ്ടത്. അരപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു മസാല അരപ്പിൽ പിടിച്ചിട്ട് നമുക്ക് ആ വേവിച്ച ബാക്കി ദാലിൽ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ദാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി വന്നാൽ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്, നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ജസ്റ്റ് ഒന്ന് മുകളിലിട്ട് കൊടുക്കാവുന്നതാണ്. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദാൽ കറി. നല്ല രുചിയാട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.